എന്തായാലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണും ഇതുപോലെയുള്ള വേസ്റ്റ്. ഇതൊന്നും വലിച്ചെറിയരുത്. നമ്മുടെ വീട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് ലഭിക്കാതിരിക്കില്ല. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പഴത്തൊലിയുടെയും പിന്നെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ വേസ്റ്റാണ് ഞാൻ ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് 2-3 ദിവസം ഇതുപോലെ വെച്ചിരിക്കുക. ഇനി നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അരിക്കുവാൻ വേണ്ടി ഒരു അരിപ്പ് മാറ്റി വെച്ചിരിക്കുക. അതിലോട്ട് നമുക്ക് ഈ ലിക്വിഡ് അരിച്ച് ഒഴിക്കാം. ഞാൻ ഇവിടെ സ്പ്രെയറിലോട്ടാണ് അരിച്ച് വീഴ്ത്തിയിരിക്കുന്നത്. ലിക്വിഡിൻ്റെ ഇരട്ടി വെള്ളം വേണം എടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ലിക്വിഡ് നമുക്ക് 1 ഗ്ലാസ്സാണ് കിട്ടുന്നതെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എന്ന അളവിൽ എടുക്കുക. വെള്ളം അല്പം കൂടിയാലും കുഴപ്പമില്ല, എന്നാൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കുറയുകയാണെങ്കിൽ ചെടികൾ ചിലപ്പോൾ കരിയാൻ ഇടയാകും. ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള കരിഞ്ഞ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ കാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇലകളിൽ മാത്രമല്ല ഇതിൻ്റെ ചുവട്ടിലും നമുക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എന്തായാലും പഴം ഉപയോഗിക്കുന്നുണ്ടാവും. പഴവും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഉള്ളിയുമൊക്കെ അതൊക്കെ ഇതുപോലെ കൊടുക്കാം. ഇത് കോളിഫ്ലവറാണ്. ഇത് ഞാൻ വിളവെടുത്തതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോസയിലും നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇപ്പോൾ അത് കരിഞ്ഞ് നിൽപ്പുണ്ട്. കണ്ടില്ലേ? ഈ കരിഞ്ഞ പൂക്കളൊക്കെ 2 ഇല താഴ്ത്തി കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കത്രിക ഉപയോഗിച്ചല്ല, കൈകൊണ്ട് ചെറുതായി ഒടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാടൻ റോസാണ്. ഇതിൽ നിറയെ പൂക്കളുണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇലകളിലും ചുവട്ടിലുമൊക്കെ ഈ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാം. ഇത് ചുവപ്പ് നിറത്തിലുള്ള ഒരു റോസാണ്. ഇതിലും നേരത്തെ പൂക്കൾ കൊഴിഞ്ഞു പോയി. അത് കറുത്ത് നിൽപ്പുണ്ട്. മറ്റു മൊട്ടുകളും അതിനോടൊപ്പം ഉണ്ട്. ഇത് ഞാൻ പ്രൂണിങ് ചെയ്ത് നിർത്തിയിട്ടില്ല. പ്രൂണിങ് ചെയ്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിറയെ ഇനിയും പൂക്കൾ ഉണ്ടാകും. ചെടിക്ക് ഇതുപോലെയുള്ള ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ രാവിലെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വെയിൽ മാറി വൈകുന്നേരം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. രാവിലെ ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതലും നല്ലത്. ഞാൻ ഇപ്പോൾ രാവിലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ വൈകുന്നേരം ഒഴിച്ചു കൊടുത്താലും മതി. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടമാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.